ജീവന്റെ പോരാളി. തൃശൂർ അടാട്ട് സ്വദേശി സൈമണെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. 9 കുട്ടികൾക്ക് ജീവനേകി, അവരെ വളർത്തി. എതിർപ്പുകളും പ്രതിസന്ധികളും കടന്നു വന്നിട്ടും സൈമൺ ദൈവിക പദ്ധതി അനുസരിച്ചു. ജീവൻ അമൂല്യമാണെന്നും അത് ദൈവദാനമാണെന്നും സൈമൺ ജീവിതാവസാനം വരെ ഉറച്ചു വിശ്വസിച്ചു. തന്റെ 10ാമത്തെ കുഞ്ഞിന്റെ മുഖം കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു സൈമൺ. എന്നാൽ അപ്രതീക്ഷിതമായി സംഭവിച്ച അപകടത്തിൽ ആ മനുഷ്യസ്നേഹി 2 ആഴ്ച മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു. ദൈവം ഏൽപ്പിച്ച ജീവന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം. 1999 നവംബർ 28-നായിരുന്നു സൈമൺ ബിന്ദു ദമ്പതികൾ തങ്ങളുടെ ജീവിതം ആരംഭിച്ചത്. ആ കഥ ബിന്ദു തന്നെ പറയും. നടക്കില്ല എന്ന് വിചാരിച്ച കല്യാണങ്ങളാണ് ദൈവം തന്നെ ഞങ്ങളെ യോജിപ്പിച്ചത്. ഞാനിത് നിറം കുറവായിരുന്നല്ലോ, അപ്പോൾ ചേട്ടൻ നല്ല നിറമുള്ള കാരണം നടക്കില്ല എന്നുള്ള തീരുമാനം എനിക്കുണ്ടായിരുന്നു. ചേട്ടന് ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടീനെ കിട്ടണം എന്ന് ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ ഞങ്ങൾ പോയാലൊന്നും പരസ്പരം മിണ്ടില്ല. അന്നൊക്കെ വലിയ കല്യാണ കോഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിലൊക്കെ ആൾക്കാർ വർത്താനം പറയുമ്പോൾ ഞങ്ങളങ്ങനെ പരസ്പരം ആളെ കാണാൻ എന്നെ കാണാതെ ആൾ മറിഞ്ഞു പോയത്. അപ്പം അവിടെ നല്ല നല്ല പെൺകുട്ടികളെ കണ്ടപ്പോൾ ചേട്ടൻ വിചാരിച്ചു, ഓ ഇത് നിറം കുറവും, അപ്പോൾ കല്യാണം അങ്ങനെ ഒരു ഇതിൽ എത്തി. പിന്നെ ചേട്ടന് 2ാമത്തെ ദിവസം രാത്രിയായി കിടക്കുമ്പോൾ പറഞ്ഞു അവൾക്കും ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ലേ നല്ല ചെക്കന്മാരെ കിട്ടണമെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു എന്നാണ് പറയണേ. അപ്പോൾ അങ്ങനെ തോന്നിച്ചപ്പോൾ ഞാൻ ഇത് മതി. അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി കൂടുതലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ അത് മതി, ദൈവം എന്തെങ്കിലും കാണാണ്ട് ഞങ്ങളെ യോജിപ്പിക്കില്ലല്ലോ പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പറഞ്ഞു വർത്താനം പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിയട്ടെ. അങ്ങനെയാണ് ചേട്ടന് ഞാൻ വിവാഹം കഴിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. കൂടുതൽ കുട്ടികളെന്ന ആശയം മുന്നോട്ട് വെച്ചത് സൈമൺ ആയിരുന്നു. ചേട്ടന് ആഗ്രഹം ഉണ്ടായിരുന്നു കൂടുതൽ മക്കൾ വേണമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ അന്നത്തെ കാലത്ത് 2, 3 അങ്ങനെ പ്രസവം നിർത്താമെന്നുള്ള അതിലായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ നിർത്തണില്ല, ഞാൻ പ്രസവം നിർത്തില്ല, എത്ര മക്കളുണ്ടായാലും ഞാൻ നോക്കിക്കൊണ്ട് നമുക്ക് പ്രസവം നീ എത്ര പ്രസവിച്ചാലും അത് ബാധ്യതയായിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിക്കൊണ്ട് ആ കാരണം കൊണ്ട് നമുക്ക് പ്രസവം നിർത്താൻ ഞാൻ കൂട്ടാക്കില്ല, നീ നിൻ്റെ ഇഷ്ടത്തിന് വേണമെങ്കിൽ നിർത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെ എതിർത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ കാരണം ഞാൻ പ്രസവം നിർത്താണ്ട് കൊണ്ടുപോയി. പിന്നെ എനിക്കും പിന്നെ ആഗ്രഹം വന്നു തുടങ്ങി. 4ാമത്തെ ഗർഭിണിയായപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് കുഞ്ഞുങ്ങളെ വേണം എന്നുള്ള ആഗ്രഹം ചേട്ടൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ പരസ്പരം 2 പേരും തീരുമാനത്തിലെടുത്തി ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൂടുതൽ എടുക്കാം, ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കാം. ആദ്യം ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഉണ്ടായത് എതിർപ്പും പരിഹാസങ്ങളും. ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. 1, 2, 3 ഒക്കെ 1 വയസ്സിന് വ്യത്യാസമുള്ളവർ 2 പേരായിട്ട്. അപ്പോൾ ഭയങ്കര ആൾക്കാർക്ക് 1 വയസ്സാകുമ്പോഴേക്കും കൂട്ടി ജനിക്കുക, നീ എന്തെന്ന് കൺട്രോൾ ചെയ്യേണ്ട, നീ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇനി കുറ്റപ്പെടുത്തി, കുറേ പേര് ചേട്ടനെ കുറ്റപ്പെടുത്തി. അപ്പോൾ ദൈവം തന്ന കുഞ്ഞുങ്ങളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ 4ാമത്തെ കുഞ്ഞായപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമായി. 4ാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജനിച്ച സമയത്താണ് ചേട്ടന് ഡിസ്കിന് കംപ്ലയിൻറ്റ് വന്ന് വീടിൻ്റെ വിളിക്കലായി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഈ കുട്ടികളൊക്കെ ഞാൻ ആരും നോക്കാനും നിറക്കി ഇങ്ങനെ വയ്യാണ്ട് കിടന്നാൽ ശരിയാവില്ല. അപ്പോൾ ആ മണൽക്കിഴി കിട്ടി കിടക്കായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും അവന് 4ാമത്തവൻ 9 മാസം ആകുമ്പോഴേക്കും 5ാമത്തെ ജനിച്ചു. നിനക്ക് ഇത് തന്നെ ഒരു പണിയുള്ളോ, വേറൊരു പണിയില്ലേ? അപ്പോൾ ചേട്ടൻ പറഞ്ഞു അത് ദൈവം തരുന്ന കുഞ്ഞുങ്ങളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, അത് ആരെന്ത് പറഞ്ഞാലും ഞാൻ മാറ്റം വരുത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ 6ാമത്തെ 7ാമത്തെ ഒക്കെ ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേക്കും ഓരോ കുറ്റപ്പെടുത്തലും ഇതൊക്കെ ഉണ്ടായെങ്കിലും എന്നെ കുറ്റപ്പെടുന്നു. ഞാൻ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഇരിക്കണാറുകൊണ്ട് ഞാൻ ചേട്ടനെ ഇഷ്ടമല്ല പ്രസവം നിർത്താൻ, ചേട്ടനെ ഇഷ്ടമല്ല, നീ ഇങ്ങനെ പ്രസവിക്കാൻ തീരുമാനിച്ചിരിക്കാനാണെന്നും. ഞാൻ ചേട്ടൻ പറഞ്ഞു നീ എന്നും ആരെന്ത് ചോദിച്ചാലും എൻ്റെ പേര് പറഞ്ഞോ, ചേട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഞാൻ ചേട്ടൻ എൻ്റെ മേലിൽ കുറ്റട്ടോ, എനിക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേട്ടന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഈ ചേട്ടൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ നടക്കുകയാണോ, നിനക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തിട്ട് നിർത്തിക്കൂടെ, നിനക്ക് വയ്യാണ്ടായി നിനക്ക് നിൻ്റെ പായിനി ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് ആരും സഹായിക്കാൻ ഉണ്ടാവില്ല, അവർക്ക് ആണുങ്ങൾക്ക് അങ്ങനെ പറയാൻ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ പറയണേന്ന് പറഞ്ഞു അത് നീ നോക്കണ്ട, അവരെ പലരും പല ആൾക്കാർ പല രീതിയിൽ പറയും, ഞാൻ നിന്നെ സംരക്ഷിക്കാൻ എൻ്റെ കൂടെ ഉണ്ട്. കുട്ടികളുടെ എണ്ണം കൂടിയപ്പോൾ ആദ്യം പരിഹസിച്ചവർ പോലും നിലപാട് മാറ്റി. പിന്നെ സ്നേഹമായി, കരുതലായി. ഞങ്ങളോട് ഇവിടെ ക്ഷണിക്കാൻ പറഞ്ഞൊരു പ്രത്യേകിച്ച് ഞങ്ങളോട് കൊടുത്ത് പറയും മക്കളെ കൊണ്ടുവന്നോളോട്ടാന്ന്. ഞങ്ങൾ ഒരുമിച്ച് പോകണം, ഞങ്ങൾക്കൊരു കാറുണ്ടായിരുന്നു.
ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ചേ പോകുള്ളൂ. ഒറ്റയ്ക്ക് കുറച്ച് പിള്ളേരെ ഇവിടെ നിർത്തി കുറച്ച് പിള്ളേരെ അങ്ങനെ പോക്കില്ല. ഞങ്ങൾ പോകാൻ വെച്ചാൽ ഞങ്ങൾ ആ കാറിലെല്ലാവരും കൂടി പോവും. അവിടുത്തെ പരിപാടി കഴിഞ്ഞാൽ ആ കാറിൽ ഞങ്ങൾ തിരിച്ചു വരും. പ്രത്യേകിച്ച് എടുത്ത് പറയും പിള്ളേരെ കൊണ്ട് വന്നോളട്ടാന്ന് പറയും ഞങ്ങൾ, എന്ത് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. ഇത്രയും പിള്ളേരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണത്. അപ്പോൾ അവരെ പിള്ളേരെ എടുത്ത് പറയും പിള്ളേരെ കൊണ്ട് വന്നോളട്ടാന്ന്. ഒന്നാമത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുള്ളൂ. പിന്നെ രണ്ടാമത് പിള്ളേരെ കൂടുതൽ സൈമനും പിള്ളേരും വരുന്നത് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർക്ക്, ഞങ്ങളെ ബന്ധുക്കാർക്കൊക്കെ. അപ്പോൾ അവർ ബാഗ് എടുത്ത് പറയും പിള്ളേരെ കൊണ്ടുവന്നോളൂ. പിള്ളേരെ കൊണ്ടുവന്നില്ല കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെന്നെ ഫോൺ വിളിച്ച് പറയും വണ്ടി വായിച്ചിട്ടുണ്ട് ഞങ്ങൾ വന്നോളട്ടെ നിർബന്ധമായിട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിളിച്ച് കൊണ്ടുപോകും. പിള്ളേരെ ഒറ്റയ്ക്ക് നിർത്തില്ല അടുത്തേക്ക്. മൂത്ത മകൾക്ക് ബാക്കിയുള്ളവരെല്ലാം ഉണ്ണികളാണ്. ഓരോ ഉണ്ണികളും അവൾക്ക് സമ്മാനിച്ചത് സന്തോഷമായിരുന്നു. എനിക്ക് ഉണ്ണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ എടുത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ മുണ്ണി ഉണ്ടാവാത്ത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മൂന്നാമത്തെ ഉണ്ണിക്ക് ശേഷം പിന്നെ ഉണ്ണികളൊന്നും കാണാനില്ലേ. ഞാൻ ചോദിച്ചു എന്താ ഉണ്ണി ഉണ്ടാവാത്ത ഒരു ഉണ്ണീനെയും കൂടി ഇതായോ എന്ന് പറയും. അപ്പോൾ ഉണ്ണി വേണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര ചെറുപ്പമാണ്. അപ്പോൾ ഉണ്ണീനെടുത്ത് നടന്നിട്ട് അവൻ എന്നെ നിലത്തേക്ക് ഇടും, ചിലപ്പോൾ കയ്യിൽ നിന്ന് വീണ്ടാവും. അപ്പോൾ അപ്പച്ചനെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത വെക്കും, ഉണ്ണീനെ എടുക്കാൻ പറ്റില്ലെങ്കിൽ എടുക്കണ്ടെന്നൊക്കെ പറയും. പിന്നെ ശീലമായി, അങ്ങനെ എടുത്തെടുത്ത് നല്ല ശീലമായി. ഇപ്പം എല്ലാ ഉണ്ണിയോടും ഇപ്പോൾ ഉണ്ണിയോടില്ലാത്തതാണ് എനിക്ക് ഒരു പ്രശ്നമായിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ സ്കൂളിലും കോളേജിലൊക്കെ ചെന്നാലും എങ്ങനെ നീ ഉണ്ണിയോളായിട്ട് എങ്ങനെയാണ് ചെയ്യണേ, ഇപ്പോൾ നീ ഒരു കുക്കുവടയുടെ ഒരു പാക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ തുല്യമായിട്ട് പങ്കുവെച്ച് കൊടുക്കണേ, അതൊക്കെയാണ് അവർ ചോദിക്കണത്. അപ്പോൾ ഞാൻ പറയും അതിപ്പോൾ ഒരു പാക്കറ്റ് ഒന്നല്ല ഞങ്ങൾക്ക് മേടിച്ച് തരിക, ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് വെച്ചിട്ട് അപ്പച്ചൻ മേടിച്ചു തരുന്നത്. അത് ഞങ്ങൾക്ക് തികയുള്ളൂ. എന്തെങ്കിലും ഒരു കഷ്ണം അതിന് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയെങ്കിലും മേടിച്ചാലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. 7ാമത്തെ പ്രസവം വരെ സങ്കീർണതകൾ ഒന്നുമില്ലായിരുന്നു. 8ാമത്തെ പ്രസവിച്ച സമയത്ത് ഭയങ്കര ഇതൊക്കെയായി, പ്രഷർ കൂടി, പിന്നെ ബ്ലീഡിങ് ആയി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു 8ാമത്തെ. അതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പ്രസവിച്ച് കഴിഞ്ഞ ആ സമയത്ത് ഭയങ്കര ബ്ലീഡിങ് ആയി. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എടുത്തു. അങ്ങനെ ഒരു ദിവസം ലേബർ റൂമിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് പേടി ചേട്ടനെ കുറ്റം പറയുമെന്ന്. എൻ്റെ അവസ്ഥയല്ല, എനിക്ക് പിള്ളേരുടെ അടുത്ത് ആളുണ്ടോന്ന് ചേട്ടനെല്ലാവരും ചെയ്ത് പറയില്ലോ എന്നുള്ള അവർക്ക് പേടി. അപ്പോൾ പറഞ്ഞു നീ പേടിക്കണ്ട, ലേബർ റൂമിലേക്ക് ചേട്ടനെ അങ്ങോട്ട് വരുത്തി എനിക്ക് പ്രാർത്ഥിച്ച് തരാൻ, ഞങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ചേട്ടനാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് തരിക ആദ്യം. അപ്പോൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ ഇറങ്ങി. 9ാമത്തെ ഗർഭിണിയായപ്പോൾ 2 മാസം കഴിഞ്ഞാൽ കുഴപ്പമില്ല. 3-ാം മാസം സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇത് ഹാർട്ട് ബീറ്റില്ല, അതുകൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആകെ ഇതായി. ഇത്രയും നാൾ ഇതുവരെ ഒരു പ്രശ്നങ്ങളില്ലാണ്ട് 9ാമത്തെ കുഞ്ഞായപ്പോൾ അങ്ങനെ ഹാർട്ട് ബീറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് ബെഡ്സി ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആശുപത്രി വന്നു തന്നെ ഓപ്പറേഷനായി പോയി. അങ്ങനെ 10ാമത്തെ കുട്ടി ജനിക്കണേ. 10ാമത്തെ കുട്ടി ജനിച്ചപ്പോൾ ആ തുടക്കമൊന്നും പ്രശ്നം ഉണ്ടായില്ല. പിന്നെ പ്രസവത്തിൻ്റെ സമയപ്പോൾ ആകെ BP അങ്ങോട്ട് വല്ലാണ്ട് കൂടി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവർക്കൊന്നും ഓപ്പറേഷനായിട്ടുണ്ട്, പിന്നെ ബ്ലീഡിങ് ആയിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഫിക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചെയ്യുന്നവർക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ പറഞ്ഞു. അപ്പോൾ വേഗം ഡോക്ടർ അങ്ങോട്ട് പറയണമെങ്കിൽ മുന്നേ ചേട്ടൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ചേട്ടനാകെ പേടിയായി, ഇതിങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തപ്പോൾ. അപ്പോൾ ചേട്ടൻ പിന്നെ ഡോക്ടറെ അടുത്തേക്ക് വരുന്നില്ല, ചേട്ടൻ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് ബാക്കിലേക്ക് പോകുള്ളൂ പേടിച്ച്. പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നെ മോളെ ഓപ്പറേഷൻ ചെയ്യണേ പേടിക്കേണ്ട, ഞാൻ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിന് തരാം. പിന്നെ പേടിയില്ലാണ്ട് അങ്ങനെ 11ാമത്തെ ഗർഭിണിയായപ്പോഴും സ്കാൻ ചെയ്യാൻ പറഞ്ഞു അത് 9ാമത്തെ കുഞ്ഞുമാരി ഇനിയാണ്, അപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം മാസത്തിൽ തന്നെ അതും അബോർഷനായി. ഞാനായാലും അങ്ങനെ തീരുമാനം എടുത്തു, ഞങ്ങൾ എല്ലാ മക്കളെ സ്വീകരിക്കാം. അപ്പോൾ ദൈവം തരണത്തിന് മക്കളെ സ്വീകരിച്ച് നമുക്ക് ഇതുവരെ ദാരിദ്ര്യം ദൈവം വരുത്തിയിട്ടില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള പേരിൽ നമുക്ക് ദാരിദ്ര്യം വന്നിട്ടില്ല. കാരണം പിന്നെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചാൽ അനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ എന്ന് പറയും. ഒരു കുട്ടിയുടെ കണ്ണിനേറ്റ് പരിക്കൊഴിച്ചാൽ 9 കുട്ടികൾക്കും പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അത് മുറിവ് പറ്റിയതാണ്, അങ്ങനെ കമ്പി വന്നടിച്ചിട്ട്. അപ്പോൾ പിന്നെ അത് മുറിഞ്ഞപ്പോൾ പിന്നെ തുന്നിലിട്ട് അതിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞ്, അത് കഴിഞ്ഞ് പിന്നെ ലെൻസ് മാറ്റി അതിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെയുള്ള പ്രശ്നം മാത്രമേ അവന് വന്നിട്ടുള്ളൂ.
ആദ്യം ആശാരിപ്പണിയായിരുന്നു സൈമണിന്. പിന്നീട് എല്ലാവിധ പണികളും ചെയ്തു തുടങ്ങി. ആശാരിപ്പണി ചെയ്തിരുന്നു. ഞാൻ പോയി പിന്നെ പുറത്തേക്ക് പോയിട്ടില്ല. സ്വന്തമായിട്ട് വർക്കുകൾ എല്ലാ വീടിൻ്റെ എല്ലാവരും ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്, വർക്കെടുത്ത് ചെയ്യാറുണ്ട്. പിന്നെ അവിടുന്ന് എല്ലാ പണിയും ഒരാൾ കണ്ട് എല്ലാ പണിയും ചെയ്യും. പണിക്ക് പോയിട്ടൊന്നുമില്ല, പഠിക്കാൻ പോയിട്ടില്ല. ആശാരി പണിക്ക് മാത്രമാണ് പഠിക്കാൻ പോയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഒരാൾ കണ്ട് പിന്നെ ആളതിൻ്റെ യുക്തി പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ പണിയൊന്നുമില്ല, എല്ലാ പണിയും ചെയ്യും. ആളെണ്ണം കൂടുതലാണെങ്കിലും ഇവർക്ക് കുടുംബം സ്വർഗമാണ്. ശരിക്കും പറയാൻ ചേട്ടുള്ള സമയത്ത് ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ്. ഞങ്ങൾ ശരിക്കും സ്വർഗം കണ്ട ഞങ്ങളുടെ വീട്ടിലാണ്. എല്ലാവരും കന്നം വഴക്കുണ്ടായിരിക്കും, എന്നാലും അതൊക്കെ അവർ തന്നെ ചെയ്ത് ചിലപ്പോൾ ഞങ്ങൾ ഇടപെട്ടാലും ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക. ഞങ്ങളങ്ങനെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കണവരല്ല. ചേട്ടനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ ഞായറാഴ്ച ചേട്ടനാണ് കുക്കിങ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളൊക്കെ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പരാണ് പാചകം ചെയ്യുന്ന ആൾ. അപ്പോൾ ചെയ്ത് ഞങ്ങളെല്ലാവരും ശരിയായിട്ടാ നമുക്ക് ഭക്ഷണം കഴിക്കാം. മൂപ്പരാളെല്ലാവരും മേശയും വരുന്ന എല്ലാ സാധനങ്ങളും കൊടുന്ന് വെച്ച് എല്ലാവരും കൂടി വട്ടത്തിരുന്നിട്ട് ഭക്ഷണം കഴിക്കും. കേരളത്തിലെ മറ്റു വലിയ കുടുംബങ്ങളുമായും ഇവർ ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരം പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ 8 മക്കളെ സ്വപ്നയിച്ചിരി വീടിൻ്റെ ചുറ്റാട്ടിട്ടാ അവിടേക്ക് പോവും. മുണ്ടൂര് വിൻസനായിട്ട് വീട്ടിൽ പോകും. അങ്ങനെ വലിയ വലിയ കുടുംബങ്ങളെ ഞങ്ങൾ കണ്ടിട്ട്, പിന്നെ ജെയിംസ് ഏട്ടൻ്റെ വീട്ടിലേക്ക്, അങ്ങനെ ഓരോ വീട്ടുകളിലേക്ക് ഞങ്ങൾ പോകാറുണ്ട്. ചേട്ടൻ കൂടുതൽ പിള്ളേരുണ്ടാവാൻ ഭയങ്കര താല്പര്യമുള്ള ആളായിരുന്നു. അപ്പം അങ്ങനത്തെ കുടുംബക്കാരെ എല്ലാവരും വെറുക്കുന്ന ഒരു കുടുംബമാണല്ലോ കൂടുതലും മക്കളുണ്ട്. അപ്പോൾ ചേട്ടന് അങ്ങനത്തെ കുടുംബങ്ങൾ ഭയങ്കര താല്പര്യമായിരുന്നു കാണാനും കുടിക്കാനും. ദൈവവിശ്വാസത്തിൽ 10 പേരുടെയും വഴികാട്ടി സൈമൺ തന്നെ. ഞാൻ ഭയങ്കര താല്പര്യം, കറക്റ്റായിട്ട് പ്രാർത്ഥന, പിന്നെ ഞായറാഴ്ച കുർബാന മുടക്കില്ല. ദിവസം കുർബാനയ്ക്ക് പോകും, എന്നാലും ഞായറാഴ്ച കുർബാന മുടക്കാതെ നോക്കണം. അതുമാതിരി നേരം വഴിക്ക് പോകാൻ പാടില്ല. കുർബാനയ്ക്ക് 6 മണിക്ക് കുർബാന വെച്ചെങ്കിൽ ഇവിടെ നിന്ന് 5:30 പോയി ഒരാളോട് കൊന്ത ചെല്ലുക, ബൈബിൾ കൈ പിടിച്ചിട്ട് പോവുക ചേട്ടൻ പള്ളിയിലേക്ക് പോകുമ്പോൾ. അതിരുന്ന് സങ്കീർത്തനം വായിക്കുക, കുർബാന വരെ അങ്ങനെയുള്ള ആളായിരുന്നു. പിള്ളേരങ്ങനെ തന്നെ നേരം വഴിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം അവർക്ക് പിന്നെ തീർച്ചയായിട്ടും ഒന്നങ്ങ അടി അല്ലെങ്കിൽ ഇത് വഴക്ക് കേട്ടിരിക്കും. പിന്നെ അതിനെക്കുറിച്ച് തെറ്റ് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവങ്ങൾ, നേരം വഴിക്ക് പോകാൻ പാടില്ല, അങ്ങനെ ഉപദേശങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അത് തിരുത്തി തരുന്ന ചേട്ടനായിരുന്നു. ഞങ്ങൾ സങ്കടം പറയാനും ചേട്ടനോട് പറയാം, ചേട്ടൻ അതിനെ പറ്റി വ്യാഖ്യാനിച്ച് ഉദാഹരണ സഹിതം ഞങ്ങൾക്ക് പറഞ്ഞു തരും. ദൈനംദിന ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് സൈമൺ വലിയ പ്രാധാന്യമായിരുന്നു നൽകിയത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചേട്ടനും ഞാൻ ശരിക്കും പറയാൻ വെച്ചാൽ കുരിശ് വരച്ചിട്ടാണ് പായം തന്നെ എണീക്കുക. പരസ്പരം കുരിശ് വരച്ചിട്ടാണ് പായം എണീക്കുക. അഥവാ ഞാൻ ഇവരെ പള്ളിയിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി എണീറ്റ് വന്നാൽ ചിലപ്പോൾ ഞാൻ കുരിശ് വരയ്ക്കാൻ നേരം വഴിക്ക് ഇവരെ തന്നെ വിളിക്കാൻ വേണ്ടി ധൃതിയിലോടും. അപ്പോൾ ആൾ എണീറ്റ് വന്ന് അടുക്കളയിൽ ഞാൻ ഉണ്ടെങ്കിൽ അടുക്കളയിൽ വന്നിട്ട് കുരിശ് വരച്ച് തരും. അങ്ങനെയായിരുന്നു, അങ്ങനെയാണ് തുടക്കം. അപ്പോൾ ഇവരാരും അറിയില്ല അത്. ഇവർ പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ എൻ്റെ ജീവിതം അവിടെ നിന്ന് ഭക്ഷണം വയ്ക്കാനും ഇതൊക്കെ പോകും. ചേട്ടാ അവിടെ ഇരുന്നിട്ട് കൊന്തെത്തിച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് ഇങ്ങോട്ട് വരുള്ളൂ. ആൾ രാവിലെയും കൊന്തെത്തിക്കും, വൈകുന്നേരം കൊന്തെത്തിക്കുന്ന ആളാണ്. എന്നിട്ട് അപ്പോൾ ആൾക്ക് എടുക്കുള്ളൂ. അപ്പച്ചനൊരു ടൈം ടേബിൾ ഉണ്ട്. ഇങ്ങനെ വിട്ട് വന്നു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞാൽ ചിലപ്പോൾ പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ പണി കൊണ്ടെങ്കിൽ അത് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യം 6:30 കൊന്തെത്തിക്കണം. നമസ്കാരം ചൊല്ലി കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ 15 മിനിറ്റിൻ്റെ ഒരു കൊന്ത. അത് കഴിഞ്ഞാൽ 7 മണി തൊട്ട് 7:30 വരെ വർത്തമാനം പറയാം. അത് കഴിഞ്ഞ് കൃത്യം 7:30 പ്രാർത്ഥന ചൊല്ലണം. അപ്പോൾ അപ്പച്ചൻ വന്നിരിക്കും. അതിപ്പോൾ ചോറ് അതിന് മുന്നേ ഭക്ഷണം കഴിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കാൻ പാടുള്ളൂ. അപ്പോൾ കൃത്യം 7:30 അപ്പച്ചൻ വന്നിരിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ ഫുഡൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ലേ. കൃത്യം 7:30 അപ്പച്ചൻ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടാവും. അങ്ങനെ ചൊല്ലി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വന്നിരിക്കും. അങ്ങനെ 1 മണിക്കൂറുണ്ടാവും അപ്പച്ചൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഞങ്ങൾ പറയും, അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥന എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുർബാന കണ്ടാൽ പോരായെന്ന് ചോദിക്കും. അപ്പോൾ അപ്പച്ചൻ പറയും, വീട്ടിൽ പ്രാർത്ഥിക്കാത്തവർ പള്ളിയിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭയങ്കര ഫീലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പള്ളിയിൽ ഇരിക്കണ പോലെ ഇവിടെ ഇരിക്കുക, ബാക്കിക്ക് തിരിയാൻ പാടില്ല, നിവർന്നിരിക്കണം, കൊന്ത എല്ലാവരുടെ കയ്യിലും വേണം. അങ്ങനെ അപ്പച്ചനെ ഒരു നിഷ്ഠ, അങ്ങനത്തെ ഒരു നിഷ്ഠ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി എല്ലാവർക്കും സ്തുതി കൊടുക്കുക. ബൈബിൾ വായിക്കാൻ എല്ലാവരും ബൈബിൾ എടുക്കും കയ്യിൽ. അപ്പോൾ ഒരാൾക്കല്ലേ വായിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പച്ചൻ പറയും, ആദ്യം നീ വായിക്കും, പിന്നെ ആൾ വായിക്കുക. അങ്ങനെ എല്ലാവരും ബൈബിൾ വായിച്ച് വരുമ്പോൾ 1-1.5 മണിക്കൂറാവും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് വരുമ്പോൾ.
ഞായറാഴ്ചകളിൽ ജോലിക്ക് പോകാതെ ഭക്തിപൂർവ്വം പ്രാർത്ഥനകളിൽ ആയിരിക്കണമെന്നത് സൈമണിന് നിർബന്ധമായിരുന്നു. ഞായറാഴ്ച ഒരു കാലഘട്ടത്തിൽ ചേട്ടൻ അന്നത്തെ അറിവ് വെച്ചിട്ട് പണിക്ക് പോകായിരുന്നെങ്കിലും പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് ഞാൻ ഞായറാഴ്ച പരിശുദ്ധമായിട്ട് തന്നെ ആചരിച്ചു. ഒരു സാധനം പണിയായുധങ്ങളായാലും പിന്നെ വെള്ളം സപ്ലൈ ചെയ്യാറുണ്ട്, അതായാലും ഞായറാഴ്ചയാണ് കൂടുതൽ ആൾക്കാർ വിളിക്കുക. അതൊന്നും ഇല്ല. ക്രിസ്ത്യൻസ് തന്നെ വന്നു കഴിഞ്ഞാൽ പറയും അത് ഞായറാഴ്ചയാണ്, ഒരു എന്തെങ്കിലും കാട്ട് ഞാൻ പോട്ടെ, ഇന്ന് ഒഴിവുള്ള ദിവസമാണ്, അപ്പം ഞങ്ങൾക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. ഞായറാഴ്ച പരിശുദ്ധമായി ആചരിക്കണം, അത് നിങ്ങൾക്ക് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു. ഹൈന്ദവരാച്ചൊക്കെ പറയും നിങ്ങൾക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. അപ്പോൾ ഞായറാഴ്ച പരിശുദ്ധമായി ആചരിക്കണം, ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ സാധനങ്ങളൊന്നും തരില്ല എന്ന് പറഞ്ഞു. അപ്പം നീ പണിയണ്ട സാധനങ്ങൾ, ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് കാളയെ കഴുതിയോ ഒന്നും പണിയെടുക്കരുത്. ആ കാരണം കൊണ്ട് ഞായറാഴ്ച കറക്റ്റായിട്ട് പള്ളിയെ പോക്ക്, പിന്നെ പൊതുപരിപാടിയൊന്നുമില്ല. മരണത്തിന് മുമ്പ് തന്റെ മൂത്ത കുട്ടികൾക്ക് ചില ഉപദേശങ്ങൾ നൽകാനും സൈമൺ മറന്നില്ല. അതിനൊക്കെ റിക്കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഈ ഓരോ കാര്യത്തിനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കടയിൽ പോയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കടയിൽ വരുന്നവരെ പേര് എഴുതി വയ്ക്കുക, പിന്നെ കടയിൽ കൊടുക്കുന്ന സാധനം അത് നമ്മുടെ തന്നെ ആണോ നോക്കുക, അങ്ങനെ അല്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടായിരുന്നു. അത്ര ആൾ ഞങ്ങൾക്ക് തന്നെ പറഞ്ഞു തന്നിട്ടായിരുന്നില്ല. ഈ വർഷം തൊട്ട് അപ്പച്ചൻ ജനുവരി തൊട്ട് തന്നെ ഞാൻ വന്നേ പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. ഇവനാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ വന്നപ്പോൾ കടനെ കുറിച്ച് കൂടുതൽ പിന്നെ വീണ്ടും അപ്പച്ചൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തുടങ്ങി. പിന്നെ പണിക്ക് പോകുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം, പിന്നെ സേവിങ്സ് എടുത്തേക്കണത്, അങ്ങനെ എല്ലാതും പിന്നെ പ്രാക്ടിക്കൽ ലെവലിൽ ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത് ഈ വർഷം തൊട്ട് ആയിരുന്നു. ഇവനെ മുൻപ് പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. കുടുംബത്തിലെ മൂത്ത മകൾക്ക് 21-ഉം ഇളയ കുട്ടിക്ക് 2 വയസ്സുമാണ് പ്രായം. വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും എല്ലാം കുറച്ചു സമയത്തേക്ക് മാത്രം. അതിപ്പോ അപ്പച്ചനും അമ്മയും ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രമേ ഞാൻ ഇവിടെ നോക്കേണ്ട ആവശ്യം വരുള്ളൂ. അപ്പച്ചനെ അമ്മേനെ സ്കാൻ ചെയ്യാൻ എങ്ങനെയായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഞാൻ നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവരെ ഒന്നെങ്കിൽ തല്ലുകൂടി ഉണ്ടാവും. അപ്പോഴേക്കും ഞാൻ വന്ന് വഴക്ക് തീർക്കുമ്പോഴേക്കും ഒരാൾ കരച്ച് ഒരാളെ അടഞ്ഞു പോയി ഉണ്ടാവും. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നീ ഒന്നും ചെയ്യണ്ട, അവരുടെ അടുത്ത് പറയാൻ മുന്നാണ്ടിരിക്കും, ഞാൻ അപ്പച്ചൻ വന്നാൽ പറഞ്ഞു കൊടുക്കുന്നു മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും. എന്നാലും ഇവക്കൊരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ വടി എടുത്ത് കൊടുന്ന് ഇവിടെ ഇരിക്കടാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെക്കും. അപ്പം അപ്പച്ചൻ വരുമ്പോൾ പിന്നെ പറഞ്ഞു കൊടുക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. ഇടയ്ക്ക് ഭയങ്കര ദേഷ്യം വരും, കാരണം ഓരോരുത്തർ ചൂടാവും, മുമ്പോഴെടുത്ത് ചൂടാവും. അപ്പോൾ ഞാൻ പറയും അപ്പച്ചൻ വരട്ടെ ശരിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഇവർ തല്ലൂടെയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ വേഗം വന്നു നിൽക്കും. അങ്ങനെയാണ്, തല്ലോട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കില്ല, ഒരു ദിവസം 2 ദിവസമായിട്ടൊന്നും നിൽക്കില്ല. അപ്പോൾ തന്നെ വന്ന് റോജ റൂബി വന്നിട്ട് പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് തല്ലൂറിന് ആ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ചൂടാവില്ലേ. പിന്നെ വന്ന് നമ്മൾ സെറ്റാക്കി തരും. ഭക്ഷണം കഴിക്കാൻ വായു എന്ന് വിളിക്കണമെങ്കിൽ റോഷ റോഹ റോജ റോബി റോസിയ റോസിയ കാണാപാടായി. അപ്പോൾ ഇങ്ങനെ ഞാനാണ് ഭക്ഷണം കൊടുക്കാനായിട്ട് വിളിക്കുക. അപ്പോൾ ഞാൻ കിടന്ന് ഇങ്ങനെ ഒളിയിടും, റോഷ റോഹ റോജ റോബി ഇങ്ങനെ നേരെ എല്ലാവരും വിളിക്കും. അപ്പോൾ എല്ലാവരും മുകളിലാവും ചിലപ്പോൾ ഉണ്ടാവുക, വീടിന് പുറത്തേക്ക് പോയിട്ട് ആരും അങ്ങനെ ഇല്ലേ. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ശബ്ദത്തോടെ ഇങ്ങനെ ഇറങ്ങി വരിക, ഓടി ചാടി 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 ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കും. പേര് വിളിക്കാൻ അങ്ങനെ പ്രയാസമൊന്നുമില്ല, പഠിച്ചാൽ എളുപ്പമാണ്. ബികോം അവസാന വർഷ വിദ്യാർത്ഥിയായ മൂത്ത മകൾക്ക് പിതാവ് സൈമണിന്റെ ആഗ്രഹം പോലെ തുടർന്ന് പഠിക്കണം. എന്നാൽ ഇത്രയും വലിയ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും അവൾ തയ്യാറാണ്. പഠിപ്പുണ്ടാവണം, 7 വർഷത്തെങ്കിലും പഠിപ്പ് വേണമെന്നാണ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പം എന്നെ PGക്ക് വിടാനാണ് അപ്പച്ചൻ്റെ ആഗ്രഹം. ഞാൻ PG അപ്പച്ചൻ്റെ ആഗ്രഹം നിറവേറ്റുന്നുള്ള രീതിയിൽ PG എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ഇപ്പം ഇനി ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇതാണ്. അപ്പം ഞാൻ ഈ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകണോ അതോ ഫുള്ളായിട്ട് പഠിക്കണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലെത്തിയിട്ടില്ലേ. ഇപ്പോൾ 6th സെമ്മിൻ്റെ എക്സാം കൂടി ഉണ്ട്, അത് ഏപ്രിൽ കഴിഞ്ഞിട്ട് ആണ് തീരുമാനിക്കാൻ വെച്ചിട്ടിരിക്കണേ. അതിന് മുന്നായിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണമെന്നുണ്ട്. അതിനൊരു വരുമാനമായിട്ട് ഇനി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇനി വരാനുള്ളൂ. ജീവന്റെ വലിയ സന്ദേശം സ്വന്തം ജീവിതം വഴി പ്രചരിപ്പിച്ച സൈമണിന്റെ കുടുംബത്തിന് പിന്തുണയുമായി സഭാ നേതൃത്വമുണ്ട്. രൂപത ഈ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് തന്നെ അഭ്യുന്ന പിതാവും രൂപതയിലെ പല പ്രസ്ഥാനങ്ങളും പറ്റുന്ന പോലെ സാമ്പത്തികമായും ഭൗതികമായും സഹായ സഹകരണങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. ലോഫും അതുപോലെ സാന്ത്വനവും
അതുപോലെ പ്രോലൈഫ് പ്രസ്ഥാനവും പലതരത്തിലെ സഹായങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു. അതൊന്നും ഈ നഷ്ടം നികത്താനാകില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എങ്കിലും നമുക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് സഹായങ്ങൾ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി, സൈമൺ ചേട്ടന് വേണ്ടി നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കുകയും സാധിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചെയ്ത കുടുംബത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. സഭയുടെ പ്രോ ലൈഫ് പ്രവർത്തനങ്ങളിലും സൈമൺ സജീവമായിരുന്നു. സൈമൺ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നട്ടെല്ലായിട്ടുള്ളൊരു പ്രവർത്തകനായിരുന്നു. 2010 അന്നത്തെ നിയമ ശുപാർശ കമ്മിറ്റി ചെയർമാനായിരുന്ന VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിന് സമർപ്പിച്ച 2 മക്കളിൽ കൂടുതൽ ജന്മം കൊടുക്കുമ്പോൾ 2 മക്കളിൽ കൂടുതലുള്ള കുടുംബങ്ങളിൽ നിന്ന് കൂടുതൽ ടാക്സ് ഈടാക്കണമെന്ന ആ നിയമ ശുപാർശ വന്നപ്പോൾ അന്ന് ഏറ്റവും മുൻപിൽ നിന്നുകൊണ്ട് അതിന് പ്രതിഷേധ രേഖപ്പെടുത്തുവാനായിട്ട്, പ്രതിഷേധ മാർച്ച് നടത്തുവാനായിട്ട് മുന്നിട്ടിറങ്ങിയ ഒരു കുടുംബമായിരുന്നു സൈമൻ്റേത്. അന്ന് തൃശ്ശൂർ അതിരൂപത നടത്തിയ പ്രകടനത്തിലും അതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിയ ആ പ്രതിഷേധ ഉപവാസ സംഗമത്തിലും സൈമണും കുടുംബസമേതം പങ്കെടുക്കുവാനായിട്ട് ഇടവന്നിട്ടുള്ളതാണ്. അന്നത്തെ ആ പ്രതിഷേധ ജാഥയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരുവാനും പ്രത്യേകിച്ച് ജീവൻ്റെ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാനുമായിട്ട് സൈമൺ നൽകിയിട്ടുള്ള സംഭാവന ഒരിക്കലും ഈ പ്രസ്ഥാനത്തിന് മറക്കാനാവുന്നതല്ല. സൈമൻ്റെ നഷ്ടം തീർച്ചയായിട്ടും തൃശ്ശൂർ അതിരൂപതയ്ക്ക് മാത്രമല്ല KCPC പ്രോലൈഫ് സമിതിക്കും പ്രോലൈഫ് പ്രസ്ഥാനത്തിനും വലിയൊരു തീരാ നഷ്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നാൽപ്പത്തിമൂന്നാം വയസ്സിൽ ഭൂമിയിലെ തൻ്റെ സ്വർഗത്തെ പിരിയേണ്ടി വന്നെങ്കിലും നിത്യതയിൽ ആ പിതാവിന് സന്തോഷിക്കാൻ ഇതിൽ പരം എന്തു വേണം? ഭൂമിയിലായിരുന്നപ്പോൾ താൻ ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥനാശീലങ്ങൾ ഇന്നും അണുവിട തെറ്റാതെ പ്രാവർത്തികമാക്കുന്ന തൻ്റെ മക്കളെ കാണുന്നതിൽ പരം സന്തോഷം ആ പിതാവിന് മറ്റെന്താണ്? ആ ജീവൻ്റെ പോരാളിക്ക് ആദരാഞ്ജലികൾ.